ഉദ്ഘാടന ദിവസം ₹1 നോട്ടെത്തിച്ചാൽ 100 പേർക്ക് ഷൂ, പിന്നീടെത്തുന്ന 100 പേർക്ക് ₹2000 വില വരുന്ന വാച്ച്. കോഴിക്കോട് നഗരത്തിൽ പുതിയതായി തുടങ്ങിയ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് ആളെ കൂട്ടാൻ കടയുടമയുടെ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ഇത്. 10 മണിക്ക് ഉദ്ഘാടന സമയത്ത് ഷൂ നൽകുമെന്ന വാഗ്ദാനം അറിഞ്ഞ് പുലർച്ചെ മുതൽ കടയ്ക്ക് മുന്നിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടം. കട തുറന്നതോടെ എല്ലാവരും കടയ്ക്കുള്ളിലേക്ക് ഇടിച്ചു കയറി. അതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു. പിന്നെ ഷൂവിന് പകരം പോലീസിന്റെ വക സമ്മാനം. ലാത്തി ചാർജിനിടെ നിലത്ത് വീണ നിരവധി പേർക്ക് പരിക്കേറ്റു. നാട്ടുകാരെ പറ്റിക്കാനിറങ്ങിയ കടയുടമയ്ക്കെതിരെ കേസുമെടുത്തു. കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ ട്രെൻഡ് ഫാക്ടറി എന്ന സ്ഥാപനത്തിന് മുന്നിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പുനരാരംഭിക്കുന്ന കടയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ₹1 നോട്ടുമായി എത്തുന്ന ആദ്യ 100 പേർക്ക് ഷൂവും പിന്നാലെ എത്തുന്ന 100 പേർക്ക് ₹2000 വിലയുള്ള വാച്ച് നൽകുമെന്നായിരുന്നു ഉടമയുടെ വാഗ്ദാനം. ഈ ഓഫർ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പുലർച്ചെ 3 മണി മുതൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികളടക്കമുള്ളവർ കടയ്ക്ക് മുന്നിൽ തമ്പടിച്ചു. കട തുറന്നതോടെ പുലർച്ചെ മുതൽ കാത്തിരുന്ന യുവാക്കൾ അകത്തേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചു. ₹1 നോട്ടിനൊപ്പം പ്രത്യേക കൂപ്പൺ കൂടി വേണമെന്ന പുതിയ നിബന്ധന ഉടമ മുന്നോട്ട് വെച്ചതോടെ തർക്കം രൂക്ഷമായി. സ്ഥിതി കൈവിട്ടു പോകുമെന്ന് കണ്ടതോടെ കടയുടമ തന്നെ പോലീസിനെ വിളിച്ചു. എന്നാൽ സ്ഥലത്തെത്തിയ പോലീസിനും തിരക്ക് നിയന്ത്രിക്കാനായില്ല. തുടർന്നുണ്ടായ ലാത്തിചാർജിൽ ഓടിമാറുന്നതിനിടെ കുട്ടികൾക്കും യുവാക്കൾക്കും വീണ് പരിക്കേറ്റു. നേരത്തെ വരാൻ പറഞ്ഞിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഷൂ ഒന്നും കിട്ടിയില്ല. ഒരു വന്നപ്പോൾ ഇവിടെ കച്ചറായിരുന്നു ഫുള്ള്. എന്നിട്ട് ഷൂ ചോദിച്ചപ്പോൾ ഒരു പീടിയെല്ലാം കൂട്ടിയതായിരുന്നു. അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ₹1 നോട്ടും കൊണ്ടുവരുന്ന ഫസ്റ്റ് വരുന്ന 100 ആൾക്ക് 100 ഷൂവും പിന്നെ വരുന്ന 100 ആൾക്ക് വാച്ചും തരുന്ന പറഞ്ഞിട്ട് അത് വിചാരിച്ച് വന്നതിന് ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ആർക്കും കിട്ടിയൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഈ രാവിലെ തന്നെ 6 മണിക്കൊക്കെയാണ് ഈ ചെറിയ മക്കൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ഇവർ കൊടുത്തത് ഈ കടന്റെ ഉടമകളെ സ്നേഹിതന്മാർക്ക് തന്നെയാണെങ്കിൽ ഈ ടോക്കനൊക്കെ കൊടുത്തിട്ട് ടോക്കൺ കൊടുത്തല്ലോ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പരസ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ചെറിയ മക്കളൊക്കെ വരുത്തിയിട്ട്. സംഘർഷം കനത്തതോടെ കട ഇന്ന് തുറക്കില്ലെന്ന ബോർഡ് ഉടമയ്ക്ക് സ്ഥാപിക്കേണ്ടി വന്നു. ഇതോടെ പ്രകോപിതരായ യുവാക്കൾ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. മതിയായ മുൻകരുതലുകൾ എടുക്കാതെ ആളെ കൂട്ടിയതിനും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനും ടൗൺ പോലീസ് കടയുടമയ്ക്കെതിരെ കേസെടുത്തു. കൂടാതെ കുട്ടികളെ കബളിപ്പിച്ച ഉടമയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഒരു സന്നദ്ധ സംഘടന മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. കടയുടമകളെ അടക്കം 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷൂസ് വാങ്ങാനായി എത്തിയ കുട്ടികളെ അടക്കം പോലീസ് അനാവശ്യമായി മർദ്ദിച്ചതായും പരാതിയുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.